ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ട്രേഡിംഗ് എന്താണെന്നും ട്രേഡിംഗ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊരു ബേസിക് ധാരണ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എങ്ങനെ ട്രേഡിങ്ങിലേക്ക് വരാം, അല്ലെങ്കിൽ ട്രേഡിംഗ് തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ട്രേഡിംഗ് എന്താണെന്നറിയാം. ട്രേഡിംഗ് എന്താണെന്ന് അറിയില്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ട്രേഡിംഗ് എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ട്രേഡിങ്ങിലേക്ക് തുടങ്ങാനായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിൽ ഏറ്റവും ആദ്യം ചെയ്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ലേൺ ബേസിക്സ്. അതായത് നമ്മൾ ബേസിക്സ് പഠിക്കുക, പിന്നെ റിസ്ക് മാനേജ്മെൻറ്റ്, പൊസിഷൻ സൈസിങ്, ഈ 3 കോൺസെപ്റ്റ് തറോ ആയിട്ട് പഠിക്കുക. ഇതാണ് ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഒരു എന്തായാലും ഒരു അടിസ്ഥാനപരമായി വേണ്ട ഒരു സംഭവമാണ് ഈ പറയുന്ന ബേസിക് നോളേജും റിസ്ക് മാനേജ്മെൻറ്റും പൊസിഷൻ സൈസിങ്ങും. ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ബിൽഡ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കുക. ബേസിക്സിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഒരുപാട് തന്നെ ഡൗട്ടാണ്, നമ്മൾ എവിടെ നിന്ന് ബേസിക് നോളേജ് കളക്ട് ചെയ്യും. നിങ്ങൾക്ക് 2 വഴിയാണുള്ളത്. ഒന്നെങ്കിൽ യൂട്യൂബിൽ തന്നെ റിസോഴ്സസ് ഉണ്ടാവും. ഞാനായാലും ഫ്യൂച്ചറിൽ നമ്മൾ ഇതിനെപ്പറ്റി ബേസിക്സിനെ പറ്റി വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ അവൈലബിൾ റിസോഴ്സസ് നമ്മുടെ യൂട്യൂബിലുണ്ട്. രണ്ടാമത്തെ ഓപ്ഷനാണ് നമുക്കൊരു മെൻറ്ററിനെ ചൂസ് ചെയ്യാം. ഒരുപാട് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ട്രേഡേഴ്സ് നമ്മുടെ മാർക്കറ്റിലുണ്ട്. അപ്പോൾ അവരുടെ നിന്ന് നിങ്ങൾക്ക് ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഒരു പേഴ്സണൽ മെൻറ്റർഷിപ്പും കൂടി കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഒരു കരിയർ ഗ്രോത്തിനെ അത് കൂടുതൽ ഫാസ്റ്റ് ആക്കുകയും ചെയ്യും. അത് നിങ്ങളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ ബേസിക്സ് പഠിച്ചു വരുമ്പോൾ നമ്മൾ കൂടെ പഠിക്കുന്ന ഒരു കാര്യമാണ് റിസ്ക് മാനേജ്മെൻറ്റും പൊസിഷൻ സൈസിങ്ങും. റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയാണ് ഒരു ട്രേഡിൽ റിസ്ക് ചെയ്യുന്നത് അത് നമ്മൾ മാനേജ് ചെയ്ത് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുന്നതിനാണ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് പൊസിഷൻ സൈസിങ്. പൊസിഷൻ സൈസിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോൾ എത്ര ക്വാണ്ടിറ്റി, അതായത് എത്ര ലോട്ട് സൈസാണ് നമ്മളൊരു ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് എന്ന് ഡിഫൈൻ ചെയ്യുന്നതിനാണ് ലോട്ട് സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പാണ്, അതായത് നമ്മൾ ഏത് മാർക്കറ്റിലാണ് ട്രേഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു പ്ലാനിങ്. അപ്പോൾ ഒരുപാട് മാർക്കറ്റ്സ് ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏത് മാർക്കറ്റിലാണ് ട്രേഡ് ചെയ്യേണ്ടത്, അത് സ്റ്റോക്ക് മാർക്കറ്റാണോ, ക്രിപ്റ്റോ മാർക്കറ്റാണോ, ഫോറക്സ് മാർക്കറ്റാണോ, അതോ മറ്റേതെങ്കിലും ആണോ, അതായത് ഏത് മാർക്കറ്റിലാണ് ട്രേഡ് ചെയ്യേണ്ടതെന്ന് നമുക്കൊരു ക്ലാരിറ്റി എന്തായാലും വേണം. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഡിസിഷൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞ്, അതായത് നമ്മൾ ബേസിക്സ് ഒക്കെ പഠിച്ചു, റിസ്ക് മാനേജ്മെൻറ്റ് എന്താണെന്ന് പഠിച്ചു, നമ്മൾ ഏത് മാർക്കറ്റിലേക്ക് എൻ്റർ ആവണം എന്നുള്ളൊരു ഡിസിഷൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് കഴിഞ്ഞ് തുടങ്ങേണ്ട ഒരു സംഭവമാണ് ഒരു ഡെമോ അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ തുടങ്ങുക. അപ്പോഴും ആദ്യം തന്നെ നമ്മൾ എടുത്തു ചാടി പൈസ ഇട്ട് ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങരുത്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ആദ്യം ഒരു ഡെമോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഡെമോ അക്കൗണ്ടിൽ നമ്മൾ ട്രേഡ് ചെയ്ത് പഠിക്കുക. ഡെമോ അക്കൗണ്ടിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ഐഡിയ, സ്ട്രക്ചർ ഐഡിയ, അല്ലെങ്കിൽ ട്രേഡ് എങ്ങനെയൊക്കെ പ്ലേസ് ആവും, എങ്ങനത്തെ ട്രേഡ്സ് ഒക്കെ ഉള്ളത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് പ്രാക്ടിക്കലി നിങ്ങൾക്ക് മാർക്കറ്റിൽ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഈ ഡെമോ അക്കൗണ്ട്സിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ മെയിനായിട്ട് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ്. ഇമോഷണൽ കണക്ഷൻ മാർക്കറ്റിനായിട്ട് വരണമെങ്കിൽ എന്തായാലും നമ്മൾ റിയൽ മാർക്കറ്റിൽ തന്നെ ട്രേഡ് ചെയ്യണം. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, അതായത് നമ്മൾ ട്രേഡ് ചെയ്യാൻ ചൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം നമുക്ക് ഒരു ട്രസ്റ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിരിക്കണം. അതായത് ഒരുപാട് റെപ്യൂട്ടഡ് പ്ലാറ്റ്ഫോംസ് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാവും. അപ്പോൾ അവരെ ഫൈൻഡ് ചെയ്ത് അവരുടെ നല്ലൊരു ബ്രോക്കറിനെ തന്നെ ചൂസ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കണം. ഞാൻ പേഴ്സണലി ഒന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഒരുപാട് നല്ല ബ്രോക്കേഴ്സ് നമ്മുടെ മാർക്കറ്റിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് റിസർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാ നല്ല ബ്രോക്കേഴ്സ് എന്ന് കിട്ടും. അപ്പോൾ അവരെ ചൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് വന്നു, നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടൊക്കെ തുടങ്ങി, ഡെമോ അക്കൗണ്ടിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു ഐഡിയ കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലേക്ക് വരണം. ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് മാറ്റി വെച്ചിരിക്കുന്ന ഫണ്ട്, അതായത് ഇപ്പോൾ വേറെ എന്തെങ്കിലും പഠിത്തത്തിനായിരിക്കും, അങ്ങനെ മാറ്റി വെച്ചിരിക്കുന്ന ഫണ്ട് ഒരിക്കലും നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ യൂസ് ചെയ്യരുത്. അതായത് നിങ്ങളുടെ ഇപ്പോൾ പേഴ്സണലി ഉണ്ടാക്കിയ ഞാൻ തുടങ്ങിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ സേവിങ്ങിൽ നിന്നാണ് തുടങ്ങിയത്. വേറെ ആരുടെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ചിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയിലുള്ള ഫണ്ട് മാത്രമേ നിങ്ങൾ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പണം നമുക്ക് നഷ്ടപ്പെട്ടാലും നമുക്ക് അധികം ഇമോഷണലി സ്ട്രെസ് വരില്ല. കാരണം നമ്മൾ ട്രേഡിങ് പഠിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫീസായിട്ട് നമ്മൾ കരുതിയാലും കുഴപ്പമില്ല.
ഇത് മറ്റുള്ളവർക്ക് നമുക്ക് വേറെ ആവശ്യങ്ങളൊന്നും കാണാനില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ പണം നഷ്ടപ്പെട്ടാലും നമുക്ക് അത്ര വലിയ ഇമോഷണലി നമ്മൾ എഫക്റ്റ് ചെയ്യില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പഠിത്തത്തിനൊക്കെ വെച്ചിരിക്കുന്ന എമൗണ്ട് നമ്മൾ ട്രേഡിങ്ങിൽ കൊണ്ടുവന്ന് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു നീഡ് മീറ്റ് ചെയ്യാനുള്ള എമൗണ്ടോ അല്ലെങ്കിൽ റിക്വയർമെൻറ്റോ നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതൊരു നമ്മളൊരു സ്ട്രെസ്സിലേക്ക്, ഇമോഷണൽ സ്ട്രെസ്സിലേക്ക് നയിക്കും. ശരിക്കും പറഞ്ഞാൽ ട്രേഡിങ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള ബാരിയേഴ്സിനെയൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്ത് വെക്കാൻ നോക്കുക. അതായത് നമ്മൾ ഇത്രയും കൂടി മൈൻഡ് ഫ്രീ ആയിട്ട് വെക്കുക, ഫ്രീ ആയിട്ടുള്ള ഫണ്ട് യൂസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. പിന്നെ ചെറിയ എമൗണ്ടിൽ തുടങ്ങുക, വലിയ എമൗണ്ട് ഒന്നും ആദ്യം തന്നെ കൊണ്ടുവരരുത്. ചെറിയ എമൗണ്ടിൽ തുടങ്ങുക. ഓഫ് കോഴ്സ് ആദ്യം തന്നെ മാർക്കറ്റ് എടുക്കും നിങ്ങളുടെ ആ ഫണ്ട്. അപ്പോൾ നമ്മൾ ഓരോരോ തെറ്റ് നമ്മൾ വരുത്തും, അത് നമ്മളെ ഓരോന്നും അത് പഠിക്കും. അപ്പോൾ വലിയ എമൗണ്ട് കൊണ്ടുവന്ന് ആ വലിയ എമൗണ്ട് കൊടുത്ത് നമ്മൾ പഠിക്കാത്തതിന് നല്ലത് ഒരു ചെറിയ എമൗണ്ട് കൊടുത്ത് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ട്രേഡിങ് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രേഡിങ് ഒരു ഈസി കോൺസെപ്റ്റ് അല്ല, ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ജേണിയാണ്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഒരു പാത്തിലൂടെ പോയാൽ മാത്രമേ നമുക്കൊരു സക്സസ് എന്നുള്ളൊരു പോയിന്റിൽ എത്തുള്ളൂ. അപ്പോൾ ട്രേഡിങ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് കൂടുതലും ബിഗിനേഴ്സ് ആയിട്ടുള്ള ട്രേഡേഴ്സ് വരുത്തി വെക്കുന്നത് എന്നുള്ളൊരു ടോപ്പിക് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതോടൊപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്യുക. അപ്പോൾ ഓക്കെ, ഹാപ്പി ട്രേഡിങ്.